കാസർഗോഡ് മഞ്ചേശ്വരം വോർക്കാടി നലങ്ങി സ്വദേശി ഫിൽഡയുടെ കൊലപാതകത്തിൽ മകൻ പിടിയിൽ. ഉടുപ്പി കുന്താപുരയിൽ നിന്നാണ് മകൻ മെൽവിനെ മഞ്ചേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആക്രമണത്തിൽ പരിക്കേറ്റ ഫിൽഡയുടെ ബന്ധു ലൊലീറ്റ ചികിത്സയിലാണ്. മർദ്ദിച്ച് കൊന്നതാണോ തീ കൊളുത്തി കൊന്നതാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. കൊലപാതക കാരണം അവ്യക്തമായി തുടരുകയാണ്. ഇന്ന് പുലർച്ചെ 5:30 ലൊലീറ്റയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിന് ശേഷം മെൽവിൻ കർണാടകയിലേക്ക് കടന്നിരുന്നു. ലൊലീറ്റയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഫിൽഡയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ദേഹമാസകലം പൊള്ളലേറ്റ ഫിൽഡയുടെ മൃതദേഹം വീടിന് സമീപത്തെ വിറകുപുരയ്ക്ക് പുറകിലായിരുന്നു. മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകളും വീടിനകത്തും പരിസരത്തും രക്തക്കറയും കണ്ടെത്തി. മജ്രപ്പള്ളിയിലെ ഓട്ടോ ഡ്രൈവറായ അബ്ദുൽ ലത്തീഫിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തെരച്ചിലാണ് കുന്താപുരയിൽ നിന്ന് മെൽവിനെ പിടികൂടിയത്. മൂന്നായി തിരിഞ്ഞ പോലീസ് സംഘം CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ 200 കിലോമീറ്ററോളം പിന്തുടർന്നു. പോലീസ് എത്തിയ സമയം കുന്താപുരയിലെ ചെങ്കൽക്കോറിക്ക് സമീപമുള്ള കടയിൽ ഇരിക്കുകയായിരുന്നു പ്രതി. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ കൊലപാതകത്തിന്റെ കാരണം വ്യക്തമാകും. ഫിൽഡയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മെൽവിന്റെ ആക്രമണത്തിൽ പരുക്കേറ്റ ലൊലീറ്റ മംഗലാപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 24 കാസർഗോഡ്.